SSC GD ഫ്രീ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായുള്ള റീസണിങ്ങിൻ്റെ പുതിയ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോഡിങ് ആൻഡ് ഡീകോഡിങ് ആണ്. കോഡ് ചെയ്യുക, ഡീകോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവുമോ? കോഡിങ് നമ്മൾ പലയിടത്തും കോഡുകളൊക്കെ യൂസ് ചെയ്ത് കുറേ ഫോമാറ്റ്സ് ഒക്കെ ആലോചിക്കാറുണ്ടല്ലേ. കോഡ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ വേർഡോ ലെറ്റേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പകരം വേറെ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക, നമ്പേഴ്സ് യൂസ് ചെയ്യുക, സിമ്പിൾസ് യൂസ് ചെയ്യുക. ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള വേർഡിന് വേറെ എന്തെങ്കിലും ഒരു ഫോമിലാക്കി മാറ്റുന്നതിനെയാണ് കോഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. റിസീവ് ചെയ്യുന്ന ആൾ ആക്ച്വൽ മെസ്സേജ് എന്താണെന്ന് ട്രേസ് ഔട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ കോഡ് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, ഈ ഫോമാറ്റ്സ് ഒക്കെ നമ്മൾ പലയിടത്തും കാണാം. നമ്മൾ ഫിലിമിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇതിലൊക്കെ കോഡ് ഭാഷ യൂസ് ചെയ്ത് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ടൈപ്സ് അല്ലേ. നമുക്കിവിടെ റീസണിങ്ങിലേക്ക് വരുമ്പം ലെറ്റേഴ്സും നമ്പേഴ്സും സിമ്പിൾസും യൂസ് ചെയ്ത് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിച്ചു വരുന്നത് റീസണിങ്ങിൻ്റെ സെക്ഷൻസിൽ. അല്ല, ആദ്യം നമുക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് ഒരു വേർഡ് തന്നാൽ അതിന് പകരമായിട്ട് വേറെ ലെറ്റേഴ്സ് കോഡായിട്ട് തരും. വേറെ ലെറ്റേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് പല ഫോമാറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഓരോ ടൈപ്പായിട്ട് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാവേ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഇൻ എ സർട്ടൻ ലാംഗ്വേജ് ഡേഞ്ചർ ഈസ് കോഡഡ് as REGNAD. ഡീറ്റെയിൽ ഈസ് കോഡഡ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഹൗ വിൽ ഡോക്ടർ ബി കോഡഡ് ഇൻ ദ സെയിം ലാംഗ്വേജ്? ഈ തന്നിരിക്കുന്ന വേർഡും ഈ കോഡും ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഡേഞ്ചർ എന്നുള്ള വേർഡിൽ സെയിം ലെറ്റേഴ്സ് തന്നെയല്ലേ അവർ കോഡായിട്ട് തന്നിട്ടുള്ളതിലും ഉള്ളത്. അപ്പം നമ്മളെ വേർഡിലുള്ള സെയിം ലെറ്റേഴ്സ് തന്നെ കോഡായിട്ടുള്ളതെങ്കിൽ എവിടെയെങ്കിലും പൊസിഷൻസിൽ റീഅറേഞ്ച്മെൻ്റ് ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് ഓർഡറിൽ മാറ്റിയിട്ടുണ്ടാവും. ഇതിനൊക്കെ ഒരു പർട്ടിക്കുലർ ലോജിക്ക് ഉണ്ടാവണം, എന്നാലേ റിസീവ് ചെയ്യുന്ന ആൾക്ക് ആക്ച്വൽ മെസ്സേജ് മനസ്സിലാക്കാൻ പറ്റൂ. സോ ഇവിടെ ഡേഞ്ചർ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിന് പല രീതിയിൽ ഓർഡറിലാക്കിയിട്ടുണ്ട്. ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാം? ഡി ആയിരുന്നു ഇവിടെ ഫസ്റ്റ് ലെറ്റർ, അതിവിടെ ലാസ്റ്റ് ഉണ്ട്. എ സെക്കൻഡ് ആയിരുന്നു, ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് വന്നു എന്ന് പറയുമ്പം എന്ത് സംഭവിച്ചു? മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോഡഡ് വേർഡിന് നമ്മൾ തിരിച്ചു വായിച്ചു നോക്കിയേ. അവിടെ നിങ്ങോട്ട് വായിച്ചാൽ ഡേഞ്ചർ എന്ന് തന്നെയല്ലേ കിട്ടുന്ന. ഡേഞ്ചർ എന്നുള്ള വേർഡിനെ കോഡ് ചെയ്ത് തന്നിരിക്കുന്ന. അപ്പം എങ്ങനെയാണെന്ന് പറയാം? ഈ വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ ഓർഡർ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതിയേക്കുക. അങ്ങനെയല്ലേ ഡീറ്റെയിലും വന്നിരിക്കുന്നത്. ഡീറ്റെയിലിനെ കോഡ് ചെയ്ത് തന്നിരിക്കുന്നതിൽ ആദ്യം L വന്നു, പിന്നെ I, പിന്നെ ATED, മൊത്തത്തിൽ റിവേഴ്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡോക്ടർ എന്നുള്ള വേർഡിൽ ലെറ്റേഴ്സിന് എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഡോക്ടർ എന്നുള്ള വേർഡിൽ റിവേഴ്സ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഏതിലാണ്? DOCTOR റിവേഴ്സിൽ വരണം. അപ്പം ഇതല്ലേ ഓപ്ഷൻ നോക്കി കറക്റ്റ് ആവല്ലേ? ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് എഴുതി. അപ്പം ഇനി ഇത് റിവേഴ്സ് അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ഡേഞ്ചർ എന്നുള്ള വേർഡ് എടുത്തീനാ നമ്മളിത് മൊത്തത്തിൽ റിവേഴ്സ് ചെയ്യുന്നതായിട്ടല്ലേ കണ്ട. പകരം ഇതിൽ ഫസ്റ്റും സെക്കൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ചേഞ്ച് ചെയ്യും. അടുത്ത രണ്ട് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അടുത്ത രണ്ട് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ കോഡ് ഇപ്പം ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡേഞ്ചർ എന്നുള്ള വേർഡ് എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ നേരെ താഴെ കോഡ് എഴുതുക. അപ്പോൾ ഏത് ലെറ്റർ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ദെൻ അതിനെ ബേസ് ചെയ്ത് ഏത് പൊസിഷൻ എങ്ങോട്ടാണ് മാറിയെന്ന് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പാറ്റേൺ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആൽമണ്ട് എന്നുള്ള വേർഡിലെ കോഡ് ചെയ്തേക്ക് നോക്കി. ആൽമണ്ടിനെ കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേസിൻ എന്നുള്ള വേർഡിനെയും കോഡ് ചെയ്തിട്ടുണ്ട്. കാഷ്യൂനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് റീഅറേഞ്ച്മെൻറ്റ് പാറ്റേൺ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ഇങ്ങനെ അതിനെ നോക്കുമ്പം എങ്ങോട്ട് മാറിയെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? എടുത്തെഴുതുക ഒന്ന്. ആൽമണ്ട് എന്നുള്ള വേർഡിനെ ഇവരെങ്ങനെയാണ് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത്? ആൽമണ്ടിൻ്റെ കോഡിങ് പാറ്റേൺ തന്നിരിക്കുന്നത് LAOMDN ഈ ഒരു പാറ്റേണിലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആൽമണ്ട് എന്നുള്ള വേർഡിൽ A ഫസ്റ്റ് ലെറ്റർ സെക്കൻഡ് പോയി, സെക്കൻഡ് ലെറ്റർ ഫസ്റ്റ് വന്നു, തേർഡും ഫോർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചായി, അടുത്ത രണ്ട് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചായി. അപ്പോൾ രണ്ട് പൊസിഷൻസ് വീതം ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുക. അത് തന്നെയല്ലേ റേസിനും സംഭവിച്ചു നോക്കി. റേസിൻ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോഡ് ചെയ്ത് തന്നിരിക്കുന്നത് ARSINI. അപ്പം എന്താ സംഭവിച്ച? R സെക്കൻഡ് പൊസിഷനിൽ പോയി, A ഫസ്റ്റിലേക്ക് വന്നു, അടുത്ത രണ്ട് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചായി, നെക്സ്റ്റ് രണ്ട് പൊസിഷൻസും ചേഞ്ചായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാഷ്യൂ എന്നുള്ള വേർഡിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? രണ്ട് പൊസിഷൻസ് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് Aയിലാണ്. ഈ രണ്ട് ഓപ്ഷൻസ് ഒഴികെ ബാക്കി രണ്ടെണ്ണം Aയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ C വരണം, ഓക്കെ ആണ്. ആഫ്റ്റർ ദാറ്റ് ഏതാ വരേണ്ടത്? H കഴിഞ്ഞ് S വരണം അല്ലേ? H കഴിഞ്ഞ് S വരുന്ന ഈ ഓപ്ഷൻ അല്ലേ? അപ്പോൾ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. ദെൻ ഡബ്ല്യുവും ഇയും ആണ് വരേണ്ടത്. കറക്റ്റായിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. ബാക്കിയെല്ലാം എലിമിനേറ്റ് ആയി പോയിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ
ചൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പം കാഷ്യൂവിനെ കോഡ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മൾ നോക്കി. അതായത് ഇവിടെ 2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടത് ജസ്റ്റ് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നതായിട്ടാണ് അല്ലേ. ദെൻ ഈ ഒരു പാറ്റേൺ നോക്കി, ഗ്ലാഡിനെ കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ആ ചേഞ്ചസിൽ തന്നെ എക്സ്ട്രാ ചിലപ്പോൾ എലമെന്റ്സ് ആഡ് ചെയ്ത് വരാം. നേരത്തെ കണ്ടത് ഒരു വേർഡിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നായിരുന്നു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാഡ് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു, ഗ്ലാഡിനെ കോഡ് ചെയ്ത് തന്ന വേർഡ് എടുത്തു കഴിഞ്ഞാൽ LADG, LAD ഈ ഓർഡറിൽ ഇവിടെ തന്നെ ഉണ്ട്. ഈ ജി ലാസ്റ്റ് പോയി. ദെൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇസഡ് വന്നിട്ടുണ്ട് കോഡിനകത്ത് കണ്ടോ. ഗ്ലാഡിലുള്ള ലെറ്റേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് പോയിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി എക്സ്ട്രാ ഒരു ഇസഡ് ആഡ് ആയി. അങ്ങനെയാണെങ്കിൽ വേറെ എക്സാമ്പിൾ അവർ വന്നിട്ടുണ്ട്. ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കി. വേർഡ് സ്കാർ ഈസ് റിട്ടൺ അസ്. എങ്ങനെയാണ് എൻ്റെ ഒരു കോഡ് പാറ്റേൺ പോയിക്കുന്നേ നോക്ക്. സ്കാറിനെ കോഡ് ചെയ്ത് തന്നിരിക്കുന്നതും സെയിം കോൺസെപ്റ്റിലാണ്. ആദ്യം ഒരു ഇസഡ് വന്നു, ദെൻ CAR ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞുള്ള 3 ലെറ്റേഴ്സ് മോഡൽ എഴുതി ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞ് ലാസ്റ്റ് കൊണ്ടുപോയി എക്സ്ട്രാ ഇസഡ് ആഡ് ആയി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട വേർഡ് ലോസ്റ്റിൻ്റെ അല്ലേ. അപ്പോൾ ലോസ്റ്റ് കണ്ടുപിടിച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ലോസ്റ്റില ഫസ്റ്റ് L അല്ലെങ്കിൽ ലാസ്റ്റ് പോകണം. അപ്പോൾ OSTL, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എക്സ്ട്രാ ഒരു ഇസഡ് ആഡ് ആവണം. അങ്ങനെ ഓപ്ഷൻ ഏതാ ഉള്ളത്, ZOSTL. സെക്കൻഡ് ഓപ്ഷൻ അല്ലേ കിട്ടുന്ന. ആ ഒരു പാറ്റേൺ ക്ലിയർ ആണോ നോക്കി. റീഅറേഞ്ച്മെന്റ് തന്നെ ആണ്. റീഅറേഞ്ച്മെന്റിനൊപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൽ എക്സ്ട്രാ ഒരു ലെറ്റർ ആഡ് ആവുന്നുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 ലെറ്റേഴ്സ് ആയിരുന്നു വേർഡിൽ ഉണ്ടായിരുന്നത്. കോഡിനകത്തോ 1 2 3 4 5 ലെറ്റേഴ്സ് വന്നു. അപ്പോൾ എക്സ്ട്രാ എന്തോ ആഡ് ആയിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ. ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് പാറ്റേൺ. ഹെൽത്തിന് കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയായിരുന്നു, ഇതിലുള്ള ലെറ്റേഴ്സ് ഒക്കെ തന്നെയാണ് കോഡിലുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഈ പാറ്റേൺ മനസ്സിലാക്കാമായിരുന്നു. എങ്ങനെയാണ് റീഅറേഞ്ച്മെന്റ് എന്ന് നോക്കിയാൽ കിട്ടുമായിരുന്നു അല്ലേ. ഇവിടെ പക്ഷേ ഫുള്ളി ലെറ്റേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഹെൽത്ത് എന്നുള്ള വേർഡിനെ അവരെങ്ങനെയാണ് കോഡ് ചെയ്ത് തന്നേക്കുന്നതെന്ന്. ഹെൽത്തിൻ്റെ ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോഡ് വന്നിരിക്കുന്ന CGJJVN. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കണക്ഷൻസ് നോക്കും. ചിലപ്പോൾ നെക്സ്റ്റ് ലെറ്റർ ആയിരിക്കാം, പ്രീവിയസ് ലെറ്റർ ആയിരിക്കാം, H കഴിഞ്ഞുള്ള 6ാമത്തെ ലെറ്റർ, Hന് മുമ്പുള്ള 2ാമത്തെ ലെറ്റർ, അങ്ങനെ ഏതെങ്കിലും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടായിരിക്കാം കോഡ് തന്നിരിക്കുന്നത്. ഇപ്പോൾ A B എന്ന് കോഡ് ചെയ്യാം, C D എന്ന് കോഡ് ചെയ്യാം, അങ്ങനെ എല്ലാത്തിൻ്റെയും നെക്സ്റ്റ് ലെറ്റർ എന്ന് കോഡ് ചെയ്യാം. അതർവൈസ് A കോഡ് ചെയ്യുമ്പം A കഴിഞ്ഞുള്ളൊരു 3ാമത്തെ ലെറ്റർ A D എന്ന് കോഡ് ചെയ്യാം. A കഴിഞ്ഞ് വരുന്ന 3ാമത്തെ ലെറ്റർ D, A ഫസ്റ്റ് ലെറ്റർ, D ഫോർത്ത് ലെറ്റർ. ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് കോഡ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം കോഡിങ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻസ് ഒക്കെ പഠിച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആലോചിക്കാൻ പറ്റും. അപ്പം A കോഡ് ചെയ്തിരിക്കുന്ന D എന്ന് പറയുമ്പോൾ എത്ര പൊസിഷൻസിൻ്റെ ഗ്യാപ്പാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പോൾ ഹെൽത്തിൻ്റെ കോഡ് നോക്കി. Hന് C എന്ന് കോഡ് ചെയ്യും. നമ്മൾ ഡയറക്റ്റ്ലി റിലേഷൻസ് അനലൈസ് ചെയ്യാൻ നോക്കുവാണ്, അങ്ങനെ കിട്ടൂ എന്ന് ട്രൈ ചെയ്യാം. Hന് C എന്ന് കോഡ് ചെയ്തെന്ന് പറയുമ്പം Hന് മുമ്പുള്ള ലെറ്റർ C. Hന് മുമ്പ് എത്രാമത്തെയാ, H 8th ലെറ്ററും C എന്ന് പറയുന്ന 3rd ലെറ്ററുമാണ്. അപ്പം Hന് മുമ്പ് വരുന്ന ഒരു 5ാമത്തെ പൊസിഷനിലാണ് C വരുന്നത്. ദെൻ E എന്ന് പറയുന്ന 5th ലെറ്ററും G എന്ന് പറയുന്ന 7th ലെറ്ററുമാണ്. അപ്പോൾ ഒരു +2 വന്നു. അടുത്ത വീണ്ടും A ഫസ്റ്റ് ലെറ്റർ, J എന്ന് പറയുന്ന 10th ലെറ്റർ, അപ്പോൾ ഒരു +9 ആയി. ഒരു പർട്ടിക്കുലർ ലോജിക്ക് കിട്ടുന്നില്ല നമുക്ക്. ഇങ്ങനെ പൊസിഷൻസിൻ്റെ കണക്ഷൻസ് ചെക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ലോജിക്കൽ ഫോമാറ്റിലായിരിക്കണം ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇത് പക്ഷേ ആദ്യം Hന് മുമ്പുള്ള 5ാമത്തെ ലെറ്റർ, പിന്നെ E കഴിഞ്ഞ് 2ാമത്തത്, A കഴിഞ്ഞ് 9ാമത്തത്, ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ സീരീസ് ഒക്കെ പറയുമ്പോൾ ഒരു ലോജിക്കൽ ഫോമാറ്റിൽ പോകില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം ഇതിനകത്ത്. സോ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പർട്ടിക്കുലർ ലോജിക്ക് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം, സ്ട്രൈറ്റ് കണക്ഷൻസ് വരുന്നില്ലെങ്കിൽ വേറെ പൊസിഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഹെൽത്ത് എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്തൊക്കെ കോഡ് വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ. H ലാസ്റ്റ് പോയിട്ട് അല്ലെങ്കിൽ Hഉം Eയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പൊസിഷൻസ് പറഞ്ഞല്ലോ. അതുപോലെ Hന് സ്ട്രൈറ്റ് C ആയിട്ടല്ലാണ്ട് വേറെ പൊസിഷൻസുമായിട്ട് കണക്ട് ചെയ്ത് റിലേഷൻസ് കിട്ടുമോ നോക്കാം. അങ്ങനെ വേറെ ഏതെങ്കിലും ആയിട്ടുള്ളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കി. അതിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പം എവിടെ നിന്ന് എങ്ങോട്ട് ചിന്തിക്കണം അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ, പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പാടാണെന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6
6 ലെറ്റേഴ്സ് ഒന്ന് ഹാഫ് ആക്കി നോക്കാം. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. എച്ചിനെ അങ്ങനെയാണെങ്കിൽ ഈ ജെയുമായിട്ട് റിലേറ്റ് ചെയ്താൽ എച്ച് കഴിഞ്ഞ ഐ ജെ രണ്ടാമത്തെ ലെറ്ററാണ്. എ സി എ കഴിഞ്ഞ് രണ്ടാമത്തെയാണ്. ഇ ജി ഇ കഴിഞ്ഞും രണ്ടാമത്തെയാണ്. അപ്പോൾ ഒരു +2 പാറ്റേൺ എല്ലായിടത്തും ഫോളോ ചെയ്യുന്നില്ലേ? അടുത്ത് നോക്കിയേ, എൽ എൻ +2, ടി വി +2, എച്ച് ജെ +2, ഇതെല്ലാം +2 എന്നുള്ള പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജ് എന്നുള്ള വേർഡിനും ഇതേ കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണോ നോക്കി. ചാർജ് എടുത്തിട്ട് CJEGIT നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. ദെൻ ഈ തന്നിരിക്കുന്ന വേർഡ് സിമിലർ ലോജിക്കിൽ ആൻസർ ചെയ്ത് നോക്കുക. അതായിരിക്കും നമുക്ക് പാറ്റേൺ വരുന്നത്. ചാർജിലും സെയിം ലോജിക്ക് ആപ്ലിക്കബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ചാർജ് എടുത്തിട്ട് ചാർജിലുള്ള ലെറ്റേഴ്സിന് CJEGIT എന്നാണ് കോഡ് ചെയ്തിരിക്കുന്ന. അനലൈസ് ചെയ്ത് നോക്ക്. നമ്മൾ പറഞ്ഞ പോലെ CEHJAC +2 അല്ലേ, RTGIEG +2 അല്ലേ വന്നിരിക്കുന്ന. സോ തന്നിരിക്കുന്ന വേർഡ് നമ്മളൊന്ന് കോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന് 3 പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്ത് +2 ആക്കുക. അപ്പോൾ ആദ്യം വരേണ്ട യു കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലെറ്റർ ഡബ്ല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഒ കഴിഞ്ഞ് രണ്ടാമത് ക്യു, എച്ച് കഴിഞ്ഞ് രണ്ടാമത് ജെ. ഡബ്ല്യു സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇത് കറക്റ്റ് ആണോ എന്ന് ബാക്കിയും കൂടെ നോക്കിക്കോ. ഇ കഴിഞ്ഞ് രണ്ടാമത് ജെ, എസ് കഴിഞ്ഞ് രണ്ടാമത് യു, ആർ കഴിഞ്ഞ് രണ്ടാമത് ടി. കറക്റ്റ് അല്ലേ? സോറി, ഇവിടെ ജെ അല്ല ജി. ക്ലിയർ അല്ലേ? നോക്കി അത് ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ വരും. ദെൻ നെക്സ്റ്റ് വൺ. ഈ ഒരു പാറ്റേൺ അനലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇൻ എ കോഡ് ലാംഗ്വേജ് ഇൻവൈഡ് ഈസ് റിട്ടൺ ആസ്. കേട്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വയറിംഗ് എങ്ങനെ കോഡ് ചെയ്യാം? അനലൈസ് ചെയ്ത് നോക്ക്, കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന്. ഇൻവൈഡ് എന്നുള്ള വേർഡ് എടുത്തിട്ട് കോഡ് വന്നിരിക്കുന്നത് എങ്ങനെയാ? LRYEGI കണക്ട് ചെയ്യാൻ പറ്റുമോ? I 9th letter, N 14, V 22, A first letter, D 4th letter, E 5th letter. എത്ര പൊസിഷൻസിൻ്റെ ഗ്യാപ്പാന്ന് നോക്കാൻ നമ്മൾ പ്ലേസ് വാല്യൂസ് മാർക്ക് ചെയ്തു. കോഡിൽ L 12th letter, R 18, Y 25, E 5, G 7, I 9. അപ്പോൾ എന്തെങ്കിലും ലോജിക്ക് പറയാൻ പറ്റുമോ നോക്കിയേ. ഇങ്ങനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുമ്പം എന്തെങ്കിലും രീതിയിൽ നമുക്കത് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഐയും എല്ലും +3 അല്ലേ? 9 + 3 12. അല്ലെങ്കിൽ ഐ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററാണ് എല്ല്. എന്നും ആറും നോക്ക് +4 അല്ലേ? എന്ന് കഴിഞ്ഞുള്ള നാലാമത്തെ ലെറ്റർ. വിയും വൈയും നോക്ക്, വീണ്ടും വി കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററാ വൈ വന്നത്. എഗെയിൻ എ ആൻഡ് ഇ +4 തന്നെ വന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലോജിക്ക് ആയില്ലേ? +3 +4 +3 വീണ്ടും +4. അടുത്ത് നോക്കി ഡിയും 7ഉം അത് തന്നെയാണ്. +3 വന്നു, ഇയും ഐയും +4 വന്നു. അപ്പോൾ +3 +4 +3 +4 ആ ഒരു കോൺസെപ്റ്റിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഓക്കെ അല്ലേ? അപ്പോൾ കേറ്ററിനും ഇതേ ലോജിക്ക് ആപ്ലിക്കബിൾ ആണോ നോക്കിയേ. കേറ്റർ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിം കോൺസെപ്റ്റിൽ ആപ്ലിക്കബിൾ ആയി വരുന്നുണ്ടെങ്കിൽ അതേ ലോജിക്കിൽ നമുക്ക് തന്നിരിക്കുന്ന വേർഡിനെ അനലൈസ് ചെയ്യാം. FEWIU. സി കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ എഫ്, എ കഴിഞ്ഞ് നാലാമത് ഇ, വീണ്ടും ടി കഴിഞ്ഞ് മൂന്നാമത് ഡബ്ല്യു, ഇ കഴിഞ്ഞ് നാലാമതായി, ആർ കഴിഞ്ഞ് മൂന്നാമത് യു. കറക്റ്റാണ്. +3 +4. സോ വയറിങ്ങിൻ്റെ കോഡ് എടുക്കുമ്പം എങ്ങനെയാണ് പാറ്റേൺ വരേണ്ടത്? ഡബ്ല്യു കഴിഞ്ഞുള്ള മൂന്നാമത്തെ ലെറ്റർ, ഡബ്ല്യു കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ഏതാ? ഇസഡ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ഓപ്ഷൻസും ഇസഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഐ കഴിഞ്ഞ് നാലാമത്തെ ലെറ്റർ, അപ്പം എം വരണം. ഇസഡ് കഴിഞ്ഞ് എം വരുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പം ബി അല്ല. ദെൻ ആർ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ, ആർ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ യു വരും. അപ്പോൾ ഇസഡ് എം യു വരണം. അപ്പോൾ ഈ ഓപ്ഷൻ ആവാനാണ് സാധ്യത അല്ലേ? ദെൻ ഐ കഴിഞ്ഞ് വീണ്ടും എന്തായിരിക്കും? നാലാമത്തെ ലെറ്റർ എം തന്നെ വരും. എൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ക്യു, ജി കഴിഞ്ഞ് നാലാമത്തെ ലെറ്റർ കെ. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ട പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത്. ഇത് കിട്ടാഞ്ഞപ്പോഴാണ് നമ്മൾ വേറെ പൊസിഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നേരത്തെ നോക്കിയില്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പം അതുപോലെ അടുത്തത് ഇതിൻ്റെ ഒരു ലോജിക്ക്. ഇതിലെന്താ പ്രത്യേകത? കോഡിനകത്ത് വന്നിരിക്കുന്നത് എന്താ?
നമ്പേഴ്സ്. അപ്പോൾ അടുത്ത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന നമ്പേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ കോഡ് ചെയ്യാം, നമ്പർ കോഡിങ്ങിൻ്റെ പാറ്റേൺസ് ഏതൊക്കെ ആംഗിളിൽ വരാം എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ്റെ കോഡ് ചെക്ക് ചെയ്താലോ. എക്സാം എന്നുള്ള വേർഡിന് എങ്ങനെയാണ് കോഡ് ചെയ്ത് തന്നിരിക്കുന്നത്? 625214. ദെൻ ടെസ്റ്റിന് തന്നിട്ടുണ്ട്. ടെസ്റ്റ് ഈസ് കോഡഡ് ആസ് 21622021. ഇതിൻ്റെയൊക്കെ കറക്റ്റ് പ്ലേസ് വാല്യൂസ് എഴുതി നോക്കാം. കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈയുടെ കറസ്പോണ്ടിങ് വാല്യൂ ഇ എന്ന് പറയുന്നത് 6th ആയിട്ട് ഇവിടെ കൊടുത്ത, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് അറിയാവുന്ന ഏതാ? 5th ലെറ്റർ X24, A ഫസ്റ്റ് ലെറ്റർ M13. അപ്പോൾ ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇ 5 6 ആയിട്ട് റിലേറ്റ് ചെയ്യുക അല്ലേ? 24 25 ആയിട്ട് റിലേറ്റ് ചെയ്യിപ്പിച്ചൂടെ? 1 2 13 14. അപ്പോൾ എല്ലാത്തിനും ഒരു വാല്യൂ കൂടുതൽ വന്നു എന്നല്ലേ ഉള്ളൂ. ടെസ്റ്റിൻ്റെ അനലൈസ് ചെയ്താലോ. T20 E5 S19 T20. പൊസിഷൻസ് എ ഫസ്റ്റ് ലെറ്റർ ബി സെക്കൻഡ് ലെറ്റർ അങ്ങനെ എടുത്ത് വരുമ്പോഴാണ് T20th ലെറ്റർ ആവുന്നത്. ദെൻ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 21 ഉണ്ട്. വീണ്ടും ഇക്ക് കറസ്പോണ്ടിങ് 6 എടുക്കാം. 19ൻ്റെ 20 20യുടെ 21 +1 ആണ് വാല്യൂ മൈ +1. സോ അസസ്മെൻ്റ് എടുത്താൽ എ ആക്ച്വലി ഫസ്റ്റ് ലെറ്റർ ആണ്, അപ്പോൾ അത് 2 ആവും. എസ് രണ്ടും 19 ആണ്. 19 എന്നുള്ളത് 2 20 ആവണം. ദെൻ E5 ആണ് 6 ആവും. വീണ്ടും 2 എസിനും 20 വരണം. 2 20 20 6 വീണ്ടും 2 20 വരണം. ഫസ്റ്റ് ഓപ്ഷനിൽ ഓക്കെയാണ്. സെക്കൻഡ് ഓപ്ഷനിൽ 20 20 6 വീണ്ടും 2 20 വന്നു. തേർഡ് ഓപ്ഷനിൽ 20 20 6 കഴിഞ്ഞ് ഇത് 20 അല്ല, അപ്പോൾ സി വരില്ല. 2 20 20 6 കഴിഞ്ഞ് 2 20. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഓക്കെയാണ്. ഇനി എമ്മിന് 13th ലെറ്റർ ആണ്, അപ്പോൾ വാല്യൂ 14 വരണം. 20 കഴിഞ്ഞ് എല്ലായിടത്തും 14 ആണ്, ഓക്കെ ആണ്. ദെൻ ഇയുടെ 5 6 ആവണം. 14 കഴിഞ്ഞ് 6 ആണ്, എല്ലാ ഓപ്ഷൻസിലും കറക്റ്റ് ആണ്. ദെൻ എന്നിൻ്റെ 14 15 ആവും. ഇവിടെ ഇത് 15 അല്ല, അപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിലും 15 ആണ്, ഇതിലും 15 ആണ്. ലാസ്റ്റ് വൺ T21 ആവണം. സോ ദാറ്റ് ആൻസർ ഓപ്ഷൻ ഡി എന്ന് പറയാൻ പറ്റും. അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ നോക്കി. എല്ലാത്തിൻ്റെയും കറക്റ്റ് പ്ലേസ് വാല്യൂ എടുത്തിട്ട് ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഗോയിങ് ടു നെക്സ്റ്റ് വൺ. ഈ കോഡിൻ്റെ പ്രത്യേകത എന്താ? സ്റ്റാർ ഈസ് കോഡഡ് ആസ് 58. 58 എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വാല്യൂ വന്നിട്ടുള്ളൂ അല്ലേ? അലാം 45. അല്ലെങ്കിൽ ഇത്രയും ലെറ്റേഴ്സിന് ഈ 2 വാല്യൂസ് ഒക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ വാല്യൂസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം? സിംഗിൾ വാല്യൂസ് വരുമ്പം അതിൻ്റെ പ്ലേസ് വാല്യൂസും നമ്പർ ഓഫ് ലെറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് മിക്കവാറും ലോജിക്കുകൾ വരുന്നത്. അപ്പോൾ സ്റ്റാറിന് 58 എന്ന് കോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേസ് വാല്യൂസ് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സ്റ്റാറിൻ്റെ 58 S19 T20 A1 R18. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 58 ആകുമോ നോക്കി. ഇതെല്ലാം കൂടെ എന്ത് ഓപ്പറേഷൻ ചെയ്താൽ 58 കിട്ടാൻ സാധ്യതയുണ്ട്? ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 19 + 20 + 1 40 + 18 58 ആയില്ലേ? അപ്പം പ്ലേസ് വാല്യൂസ് തമ്മിലുള്ള അഡീഷൻ ആണ് കോഡ് എന്ന് പറയുന്നത്. അലാമിന് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്ക്. അലാം എടുത്തു കഴിഞ്ഞാൽ 45 ആണ് അവർ കോഡ് തന്നിരിക്കുന്നത്. എ ഫസ്റ്റ് ലെറ്റർ L12 A again 1 R18 M13. എല്ലാം കൂടെ ആഡ് ചെയ്താൽ 45 ആവുന്നില്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റേജ് ആണ്. സ്റ്റേജിൽ S19 T20 A1 G7 E5 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്ക്. 52 വരും അല്ലേ? ക്ലിയർ അല്ലേ? റെഡി. ദെൻ അടുത്ത പാറ്റേൺ. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സിൻ്റെ സിംഗിൾ വാല്യൂസിൻ്റെ അടുത്ത കോൺസെപ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. In a certain code language, make is written as 32. മേക്കിനെ 32 എന്ന് കോഡ് ചെയ്തു. കോഡ് എടുത്തു കഴിഞ്ഞാൽ റിട്ടൺ ആസ് 45 എന്നാണ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് എങ്ങനെ കോഡ് ചെയ്യാം? പ്ലേസ് വാല്യൂസ് ആലോചിച്ച് നോക്ക് കിട്ടുമെന്ന്. 13 1 11 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എവിടെ വരെ എത്തുമായിരിക്കും?
13ഉം 1ഉം 11ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30 വരെ പോകും അല്ലേ? ഇവിടെ 32 ആണ് എടുക്കുന്നേ. അടുത്ത കോഡിലെ ലെറ്റേഴ്സ് ആഡ് ചെയ്ത് നോക്ക്. 17, 21, 1, 4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര ആവും? 43 വരെ വരുന്നില്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 43 ആണ്. ഇവിടെ കിടക്കുന്നത് 45 ആണ്. അപ്പോൾ രണ്ടിനും കോമൺ ഒരു അപ്രോച്ച് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 32 ആയി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 43 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുത്താൽ 45 ആകും. സോ സെൽഫ് എടുത്തിട്ട് പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്യുക +2. സെൽഫിൽ S19, E5, L12, F6 ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്രയായി? 42. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താലാണ് ആൻസർ ആവുന്നത്. അപ്പോൾ ആൻസർ 44 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ പ്ലേസ് വാല്യൂസ് തമ്മിലുള്ള ഓപ്പറേഷൻസ് വരാം. മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഇപ്പോൾ ചെയ്ത പോലെ അഡീഷൻ കഴിഞ്ഞിട്ട് +2 മൾട്ടിപ്ലൈ ഡബിൾ ആക്കുന്നോ സ്ക്വയർ എടുക്കുന്നോ അങ്ങനെ ഏത് ലോജിക്ക് വേണമെങ്കിലും വരാം. നെക്സ്റ്റ് വൺ. അപ്പോൾ ഈ ഒരു ലോജിക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏത് ലോജിക്കായിരിക്കും ആപ്ലിക്കബിൾ നോക്കാം. അപ്പോൾ ബേബി ഈസ് കോഡഡ് as 20. adults is coded as 30. ഇങ്ങനെയാണെങ്കിൽ വിമൺ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആലോചിച്ച് ബേബി 20, അഡൽട്സിന് 30. അഡൽട്സിൽ ഇപ്പം എസിൻ്റെ വാല്യൂ 19 ആണ്, T 20 ആണ്, L 12 ആണ്. ഇതൊക്കെ തന്നെ ആഡ് ചെയ്താൽ മോർ ദാൻ 30 വരുന്നുണ്ട്. അപ്പോൾ ഡയറക്ട്ലി പ്ലേസ് വാല്യൂസിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലാണ്ട് പിന്നെ നമുക്ക് നോക്കാവുന്നത് ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ലെറ്റേഴ്സിൻ്റെ ലോജിക്ക് നോക്കാമെന്നല്ലേ. ബേബിയിൽ മൊത്തം എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? 4 ലെറ്റേഴ്സ് അല്ലേ. അവിടെ വാല്യൂ 20 അടക്കുന്ന. അഡൽട്സ് എടുത്താൽ മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ്. അവിടെ 30 അടക്കുന്ന. 4നെ 20 ആയിട്ട് റിലേറ്റ് ചെയ്യണം എന്ത് ചെയ്താൽ മതി? *5. 6 30 ആവാനും എന്ത് തന്നെ ചെയ്താൽ മതി? *5. അപ്പോൾ ആലോചിക്ക് വിമൻ എന്നുള്ളതിൽ മൊത്തം എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? 5 ലെറ്റേഴ്സ്. 5 × 5 25 ആയിരിക്കും അപ്പോൾ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ. അവിടെ എന്താ ചെയ്താൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എടുത്തിട്ട് എല്ലാത്തിനും ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കോഡ് കിട്ടിയത്. ഇപ്പോൾ കോഡിങ് പാറ്റേണുകൾ ഏതൊക്കെ ആംഗിളിൽ വരാമെന്നൊരു ഐഡിയ കിട്ടുന്നില്ലേ? നമ്പേഴ്സ് യൂസ് ചെയ്ത് കോഡ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇനി നമുക്ക് ഒരു സെൻറ്റൻസിനെ ഫുള്ളി കോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഒറ്റ വേർഡ് അല്ലാണ്ട് മോർ ദാൻ 1 വേർഡ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു കോഡ് ലാംഗ്വേജിൽ അവർ സൺസ് കാർ ഈസ് കോൾഡ് as തന്നിട്ടുണ്ട്. സൺസ് ബർത്ത്ഡേ ടുഡേ കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ടുഡേ അവർ മാച്ചിനെയും കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കാർ മാച്ചിൻ്റെ കോഡാണ്. അപ്പം കാർ എന്നുള്ള വേർഡ് ഇവിടെയും മാച്ച് എന്നുള്ളത് ഇവിടെയാണ് ഉള്ളത്. ഈ തന്നിരിക്കുന്നത് അവർ സൺസ് കാറിനെ കോഡ് ചെയ്ത് തന്നിരിക്കുന്ന ഇതാന്ന് വെച്ചാൽ ഇതിൻ്റെ ഓർഡർ സെയിം ആണോന്നൊന്നുമില്ല. ഓർഡർ സെയിം ആവുന്നില്ല മീൻസ് അവരുടെ കോഡ് FU, സൺസിൻ്റെ കോഡ് DA, കാറിൻ്റെ കോഡ് BE അങ്ങനൊരു മീനിങ് ഒന്നുമില്ല. ഈ മൂന്നിൻ്റെയും കോഡ് ഇതിലുണ്ടെന്നേ ഉള്ളൂ. ഏതാ ഓർഡർ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കോമൺ വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്. ഇപ്പം കാർ എന്നുള്ള വേർഡ് കമ്പയർ ചെയ്യാൻ വേറെ സെൻറ്റൻസിലൊന്നും ഇല്ല. സോ അതിൻ്റെ കൂടുള്ള അവറും സൺസിൻ്റെയും കോഡ് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. അവർ എന്നുള്ള വേർഡ് ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് അവർ എന്നുള്ള വേർഡല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോഡ് എന്തായിരിക്കും? ഇത് രണ്ടിലും കോമൺ ഉള്ളൊരു കോഡ് നോക്ക്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ? DA. അപ്പോൾ DA അവരുടെ കോഡാണെന്ന് മനസ്സിലായല്ലോ. ഇനി സൺസ് എന്നുള്ള വേർഡല്ലേ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ഉള്ള കോഡ് ഏതാ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് FU അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം? ഈ സൺസ് എന്നുള്ള വേർഡിൻ്റെ കോഡ് FU ആണെന്ന് കൺസിഡർ ചെയ്യാം. റിമൈനിങ് കാർ മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ കാറിൻ്റെ കോഡെന്ന് പറയുന്നത് BE. നമുക്ക് കാർ മാച്ചിൻ്റെ കോഡല്ലേ വേണ്ടുന്ന. കാറിന് BE എന്ന് കിട്ടി. ഇനി മാച്ചിൻ്റെയും കൂടെ കണ്ടെത്തണം അല്ലേ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ മാച്ച് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നും ഇല്ല. പക്ഷെ മാച്ചിൻ്റെ കൂടെയുള്ള ടുഡേയുടെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാച്ചിൻ്റെ ഏതാ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടിലും കോമൺ ഏതേ ഉള്ളൂ? ഇതിലും ടുഡേ ഉണ്ട്, ഇതിലും ടുഡേ ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ വന്നിരിക്കുന്ന കോഡ് LA. അപ്പോൾ ടുഡേയുടെ LA ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ റിമൈനിങ് ഈ സെൻറ്റൻസിൽ മാച്ച് എന്നുള്ള വേർഡ് മാത്രമേ ഉള്ളൂ. റിമൈനിങ് വന്ന കോഡ് HE. അപ്പം മാച്ചിൻ്റെ കോഡ് HE ആണ്. BEയും HEയും കൂടെ ഒരുമിച്ച് വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്ന 4th ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ആൻസർ 4th ഓപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഏതാണോ അവർ ചോദിക്കുന്ന വേർഡ് അതിൻ്റെ കോഡ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പം
അവറിൻ്റെ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടിലും കോമൺ ആയിട്ട് അവർ ഉണ്ടായിരുന്നു, അപ്പോൾ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ആ വേർഡിൻ്റെ കോഡുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മാത്രമായിട്ട് കോഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ഈ ഒരു പാറ്റേൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കി. ഹാർട്ട് ഗെയിംസ്, റാപ്പ് ഗെയിംസ്. ഹാർട്ടിൻ്റെ കോഡാണ് വേണ്ടുന്ന. ഹാർട്ട് കണ്ടുപിടിക്കാൻ ഹാർട്ട് എന്നുള്ള വേർഡ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാർട്ട് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഹാർട്ടിന് കൂടെയുള്ള ഗെയിംസിനെ കണ്ടെത്താൻ പറ്റുമോ നോക്കി. ഗെയിംസ് എന്നുള്ള വേർഡ് ഇത് രണ്ടിലും കോമൺ അല്ലേ. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന വേർഡ് ഏതാ? കോഫി. അപ്പോൾ ഗെയിംസിന് കറസ്പോണ്ടിങ് വേർഡ് എന്ന് പറയുന്നത് കോഫി ആയിരിക്കും. കോഡല്ലേ തന്നിരിക്കുന്നത്, അപ്പം വേർഡോ കോഡോ എന്ത് വേണമെങ്കിലും കോഡായിട്ട് തരാം. അപ്പോൾ കോഫി എന്നുള്ള വേർഡാണ് ഗെയിംസിന് കറസ്പോണ്ടിങ് വരിക. സോ ഹാർട്ടിന് ബാക്കി വന്ന കോഡ് ഏതാ? അല്ലാം ഫസ്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ ആ ഒരു പാറ്റേൺ? ഇങ്ങനെയൊക്കെയാണ് കോഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ഒന്നുകിൽ ഡയറക്റ്റ്ലി ലെറ്റേഴ്സിന് യൂസ് ചെയ്തുള്ള കോഡ്, അല്ലെങ്കിൽ നമ്പേഴ്സിന് യൂസ് ചെയ്തുള്ള കോഡ്, അല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്റൻസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ഈ ഒരു പാറ്റേണിൽ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ ഈ ഒരു ക്വസ്റ്റ്യനോടെ നോക്കിക്കോ. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ? മാംഗോയുടെ കോഡാ അല്ലേ. നേരത്തെ പറഞ്ഞ ലോജിക്ക് ക്ലിയർ ആയോ നോക്കി. മാംഗോ എന്നുള്ള വേർഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാംഗോയുടെ കൂടെ ഉള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കാം. മാംഗോയുടെ കൂടെ ഈസ് ഉണ്ട്. ഇത് രണ്ടിലും കോമൺ ഈസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ വന്നിരിക്കുന്ന കോഡ് ഏതാ? രണ്ടിലും കോമൺ ആയിട്ട് കെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈസ് കെയ്ക്ക് കറസ്പോണ്ടിങ് പോയി. ഇനി സ്വീറ്റ് എന്നുള്ള വേർഡ് ഇത് രണ്ടിലും അല്ലേ ഉള്ളത്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കോഡ് ഏതാ? ഡി. അപ്പോൾ ഡി സ്വീറ്റിനും പോയി. റിമൈനിങ് മാംഗോയുടെ കോഡ് ഇതിന് ബാക്കി വന്ന എം ഇ. അപ്പോൾ ആൻസർ എം ഇ. ക്ലിയർ? ഓക്കെ, ഗോയിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, അനലോജി. അനലോജി എന്ന് പറയുമ്പം സിമിലർ റിലേഷൻഷിപ്പ്, സിമിലർ പാറ്റേൺസ് തമ്മിലുള്ള റിലേഷൻസ് എന്നൊക്കെ പറയാം. രണ്ട് എലമെൻറ്റ്സ് എങ്ങനെയാണോ റിലേറ്റഡ് അതുപോലെ അടുത്ത രണ്ട് എലമെൻറ്റ്സിൻ്റെ റിലേഷൻസ് കണ്ടുപിടിക്കുക. സിമിലർ ഫീച്ചേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെ പറയാം. നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം വേർഡ്സിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്, നമ്പേഴ്സിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്, ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്, ഈ മൂന്ന് ടൈപ്പിലാണ് അനലോജിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ആദ്യം നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിഫ്ത്ത് നമ്പർ ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് നമ്പർ റിലേറ്റഡ് ടു ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ റിലേറ്റഡ് ടു ഫസ്റ്റ് നമ്പർ എങ്ങനെയാണോ ആൻഡ് ഫോർത്ത് നമ്പർ റിലേറ്റഡ് ടു തേർഡ് നമ്പർ. ഫോർത്ത് നമ്പർ തേർഡ് നമ്പറുമായിട്ട് എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫിഫ്ത്ത് നമ്പർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ. ഈ ഓപ്ഷനിൽ നിന്ന് ഏതിനാണ് ഫിഫ്ത്ത് നമ്പറുമായിട്ട് റിലേഷൻ വരുന്നത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 12 എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്ന? 3യുടെ കൂടി ഇൻറ്റു 4 ചെയ്താൽ പോരെ. 7 28 ആവാനും ഇൻറ്റു 4 ചെയ്താൽ പോരെ. അപ്പോൾ ഏത് നമ്പർ ഇൻറ്റു 4 32 നോക്കിയാൽ മതി. 8 ഇൻറ്റു 4 അല്ലേ 32. അപ്പോൾ ആൻസർ 8 എന്ന് പറയാം. രണ്ട് നമ്പേഴ്സ് എങ്ങനെ കണക്ട് ചെയ്ത് പോയിരിക്കുന്നു അതേ ലോജിക്കിൽ ഓപ്ഷൻ ഉള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. ഈ ലോജിക്ക് ഇല്ലെങ്കിൽ വേറെ ലോജിക്കുകൾ ആലോചിക്കാം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കണക്ട് ചെയ്ത് എങ്ങനെ പോകാമെന്ന് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 15 4 സെയിം തന്നെ ഫിഫ്ത്ത് നമ്പറിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കണം. സെയിം വേ സെക്കൻഡ് നമ്പർ ഫസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പോലെയും ഫോർത്ത് നമ്പർ തേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത പോലെയും കണ്ടുപിടിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആലോചിച്ച് നോക്ക്. 4ന് 15 റിലേഷൻ. 4ന് 15 റിലേറ്റ് ചെയ്യാനാണെങ്കിൽ 4 ഇൻറ്റു 3 വരെ പോയാൽ എത്രയായി? 12. അതിൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്യുമ്പം 15 ആയി. 6 21 റിലേറ്റ് ചെയ്യാനും ഇതേ ലോജിക്കിൽ ആലോചിച്ചാൽ 6 ഇൻറ്റു 3 18 ആണല്ലേ. പ്ലസ് 3 തന്നെ ചെയ്താൽ മതി 21 ആവാൻ. അപ്പം ഏത് നമ്പർ ഇൻറ്റു 3 + 3 ആയിരിക്കും 42 എന്നുള്ളത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 39 ഏത് നമ്പർ ഇൻറ്റു 3 എന്ന് ആലോചിച്ചാൽ പോരെ. 13 ഇൻറ്റു 3 അല്ലേ 39. ഇപ്പോൾ ഇവിടെ 13 വന്നാൽ ലോജിക്ക് കറക്റ്റ് അല്ലേ. 13 ഇൻറ്റു 3 + 3 ചെയ്താൽ 42 ആകും. ഓപ്പറേഷൻ തിരിച്ചാലോചിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകും. അതാണ് നമ്മൾ 42 ആദ്യം 3 മൈനസ് ചെയ്തു. 39/3 ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആൻസർ കിട്ടും? 30. ഓക്കെ, ഈ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരിക്കാം? ഒരു ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസമുള്ളത് തേർഡ് നമ്പർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ സെക്കൻഡ് നമ്പറിൻ്റെ ഫസ്റ്റ് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യിപ്പിച്ച പോലെയും
First number and sixth number is related to fifth number. Sixth number related to fifth number. എന്നിട്ട് ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. നടുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു എന്നുള്ളതേ ഡിഫറൻസ് ഉള്ളൂ. ഇനി അനലൈസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ സ്ക്വയേഴ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് സ്ക്വയർ അല്ല, 32 അല്ലേ? അത് സ്ക്വയർ അല്ലെങ്കിൽ അപ്പോൾ 64 എന്ന് പറയുന്നത് 8 സ്ക്വയർ ആണല്ലോ അല്ലേ? ഇതാണെങ്കിലോ 8ന്റെ ഡബിൾ അല്ലേ? 256 എന്ന് പറയുന്നത് 16ന്റെ സ്ക്വയറാ അല്ലേ? 32 എന്ന് പറഞ്ഞാൽ 16ന്റെ ഡബിൾ അല്ലേ? ക്ലിയർ അല്ലേ? എക്സ് സ്ക്വയർ റിലേറ്റഡ് ടു എക്സിൻ്റെ ഡബിൾ, എക്സ് സ്ക്വയർ റിലേറ്റഡ് ടു എക്സിൻ്റെ ഡബിൾ, ഏത് നമ്പർ ആണോ അതിൻ്റെ സ്ക്വയർ റിലേറ്റഡ് ടു അതിൻ്റെ ഡബിൾ എന്നുള്ളൊരു പാറ്റേൺ. അപ്പം 169 ഏതിൻ്റെ സ്ക്വയറാ? 13 സ്ക്വയർ അല്ലേ? അപ്പം റിലേറ്റഡ് ടു 13ന്റെ ഡബിൾ, ഇതായിരിക്കും ആൻസർ. 13 × 2 26. ഫസ്റ്റ് നമ്പർ ഒരു പെർട്ടിക്കുലർ നമ്പർ എക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ റിലേറ്റഡ് ടു എക്സിൻ്റെ ഡബിൾ, ഇതാണ് ലോജിക്ക് വരുന്നത്. എക്സ് സ്ക്വയർ റിലേറ്റഡ് ടു എക്സിൻ്റെ ഡബിൾ. അപ്പം ഇതിൽ പല ആംഗിളിൽ ക്വസ്റ്റ്യൻസ് വരാമെന്ന് മനസ്സിലാവുന്നില്ലേ? ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കാം, ആഡ് ചെയ്യുന്നതായിരിക്കാം, സ്ക്വയർ ചെയ്യുന്നതാവാം, പല രീതിയിൽ പോകാം. ദെൻ ഇതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്ക്. അപ്പോൾ ഇവിടെ 2 റിലേറ്റഡ് ടു 2, 2 × 1 ആ 2 ഇല്ലേ? 4 റിലേറ്റഡ് ടു 4 × 2, 8 റിലേറ്റഡ് ടു. അപ്പോൾ എന്തായിരിക്കും? ഇതൊരു അനലോഗിയാണ്, സീരിയസ് പാറ്റേൺസ് അല്ല, കണ്ടിന്യൂഷൻ ഒന്നുമില്ല. രണ്ട് നമ്പർ എങ്ങനെയാണോ അതുപോലെ അടുത്തെന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ 2ന് 2 ആയിട്ട് തന്നെ റിലേഷൻ, 2ന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 1 എവിടെ നിന്നാണ് കിട്ടുന്ന? ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് നമ്പറിൻ്റെ പകുതിയല്ലേ? 2ൻ്റെ പകുതിയാണ് 1 എന്ന് പറയുന്നത്. അടുത്ത 4 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 2 കൊണ്ടാണ്. 2 എന്ന് പറഞ്ഞാൽ 4ൻ്റെ പകുതിയാണ്. അപ്പോൾ 8 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 8 × 8ൻ്റെ പകുതി. അപ്പോൾ 8 × 4 32. ക്ലിയർ അല്ലേ? നോക്കി അതെങ്ങനെയാണ് പോകുന്ന? ഫസ്റ്റ് നമ്പർ റിലേറ്റഡ് ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു അതിൻ്റെ പകുതി. ഓക്കെ അല്ലേ? എക്സ് റിലേറ്റഡ് ടു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാലും മതി. എക്സ് റിലേറ്റഡ് ടു എക്സ് സ്ക്വയർ ബൈ 2. 2 റിലേറ്റഡ് ടു 2 സ്ക്വയർ ബൈ 2, 4/2 2. 4 റിലേറ്റഡ് ടു 4 സ്ക്വയർ ബൈ 2, 16/2 8. 8 റിലേറ്റഡ് ടു 8 സ്ക്വയർ ബൈ 2, 64/2 32. ക്ലിയർ? പാറ്റേൺ നമുക്ക് ഇങ്ങനെ പറയാം. എക്സ് റിലേറ്റഡ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ 2 ഓർ അതർവൈസ് എക്സ് റിലേറ്റഡ് ടു എക്സ് സ്ക്വയർ ബൈ 2. ആ ഒരു ലോജിക്കിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആൻസർ 32 വരും. ക്ലിയർ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്പേഴ്സിനെ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നത്. ഇനി ഇതിൽ തന്നെ വേറൊരു ഫോമാറ്റിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്നുള്ളത്. Select the set in which the numbers are related in the same way as are the numbers of the following set. Practical note ഉണ്ട്. Operation should be performed on the whole numbers without breaking down the numbers into its constituent digits. Example 13 എടുത്തീന operations on 13 such as adding, subtraction, multiplying etc. to 13 can be performed. Breaking down 13 into 1 and 3 and then performing mathematical operations on 1 and 3 is not allowed. സെപ്പറേറ്റ് ഡിജിറ്റ് ആയിട്ട് എടുത്ത ഓപ്പറേഷൻസ് നോക്കണ്ട. 13 തന്നെ എടുത്താൽ മതി. അല്ലാണ്ട് 1 സെപ്പറേറ്റ്ലിയും 3 സെപ്പറേറ്റ്ലി എടുത്തിട്ടുള്ള ലോജിക്കുകളെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എങ്ങനെ ക്വസ്റ്റ്യൻ? സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. ഈ തന്നിരിക്കുന്ന 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇല്ലേ, ഇതിലുള്ള നമ്പേഴ്സ് എങ്ങനെയാണോ റിലേറ്റഡ് അതുപോലെ ഒരു സെറ്റിനകത്തുനിന്ന് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ടാസ്ക് വരുന്നത്. എങ്ങനെയായിരിക്കും? ഇതിലിപ്പം 3 നമ്പേഴ്സ് ഉണ്ട്. അടുത്ത നമ്പർ കുറച്ച് വലുതാണ് അല്ലേ? 25, 45, 280 അങ്ങനെ കിട്ടാൻ വല്ല മാർഗമുണ്ട്. ഇത് എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ടാവും, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ വാല്യൂ, എങ്ങനെ വേണമെങ്കിലും വരാം. ഇതിലിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് 25, 45 കൂടെ ആഡ് ചെയ്താൽ എത്രയായി? 70 ആവുന്നുണ്ടല്ലേ? 70യുടെ കൂടെ ഇൻറ്റു 4 ചെയ്താൽ 280 ആവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 30 + 18 48 ആയി. 48ൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ 192 ആവുന്നില്ലേ? അതേ ലോജിക്ക് വരുന്നുണ്ടോ നോക്കി. 12 ഉം 24 ആഡ് ചെയ്തു. 12 ഉം 24 ആഡ് ചെയ്താൽ 36 ഇൻറ്റു 4 ചെയ്താൽ 36 വരും. ഇൻറ്റു 4 ചെയ്താൽ 156 ആണോ? അല്ല. അടുത്തത് 12 ഉം 25 ആഡ് ചെയ്താൽ നമുക്ക് 37 കിട്ടും. 37 ഇൻറ്റു 4 ചെയ്താലോ
ശരിയാവുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? 37 × 4 148. അപ്പം രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മിഡിൽ നമ്പർ കിട്ടണം. അതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, അതേ ലോജിക്കലി വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? 5, 9, 45 ഒരു റിലേഷൻ കിട്ടത്തില്ലേ? 5 × 9 45, ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 450 ആയി. 7 × 12 84 അല്ലേ? ഒരു 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 840 ആയി. അതേ ലോജിക്കൽ വരുന്നുണ്ടോ നോക്കി. 12 × 8 93 അല്ല. 10 × 13 135 അല്ല. 7 × 11 77 അല്ല. 6 × 9 54, ഒരു 10 കൂടെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം 6 × 9 എക്സ്ട്രാ ഒരു 0 × 10 ചെയ്തു എന്ന് പറയാം. സെയിം പാറ്റേൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് നമ്പേഴ്സിലെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്പേഴ്സ് എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്നെണ്ണവും, അതുപോലെ സിമിലർ ലോജിക്ക് വരുന്നൊരെണ്ണം ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് അനലോജി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ദെൻ ഗോയിങ് ടു ലെറ്റേഴ്സ്. നേരത്തെ നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചല്ലേ പറഞ്ഞ. ഈ ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു 5th ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേസ് 2nd ലെറ്റർ ക്ലസ്റ്റർ റിലേറ്റഡ് ടു 1st ലെറ്റർ ക്ലസ്റ്ററും 4th റിലേറ്റഡ് ടു 3rd. അതുപോലെ 5th ഏതുമായിട്ടായിരിക്കും കണക്ഷൻ വരുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കോഡിംഗ് ഒക്കെ നോക്കില്ലേ ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത്, അതുപോലെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ വന്നിരിക്കുന്ന KBT റിലേറ്റഡ് ടു PEU. എന്തെങ്കിലും പൊസിഷൻ വൈസ് റിലേഷൻ ഉണ്ടോ നോക്കി. K11 P16, അപ്പോൾ K കഴിഞ്ഞുള്ള 5th ലെറ്റർ ആണ് P. B സെക്കൻഡ് E5, അപ്പോൾ B കഴിഞ്ഞുള്ള 3rd ലെറ്റർ ആണ് E. അടുത്ത് T20 U21 +1 5 3 1, ഒരു ഡിക്രീസിങ് ഓഡ് നമ്പേഴ്സിന്റെ പാറ്റേൺസ് വരുന്നുണ്ടല്ലേ. അതേപോലെ UQA റിലേറ്റ് ചെയ്ത് നോക്കി. ZTB ആയിട്ടാണ് റിലേഷൻ എന്ന് അവർ പറയുന്നത്. U കഴിഞ്ഞ് 5ാമതല്ലേ Z എന്ന് നോക്ക്. U കഴിഞ്ഞ് വരുന്ന 5th സ്പേസ് ആണ് Z. Qയും Tയും ആയിട്ട് ആലോചിച്ച് നോക്കി. Q കഴിഞ്ഞ് RST 3ാമത്തെ ലെറ്റർ ആണ് T. A കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ അല്ലേ B. അപ്പം +5 +3 +1 ആ ഒരു ലോജിക്കിലാണ് ഈ ലെറ്റർ ക്ലസ്റ്റേഴ്സ് കണക്ട് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് FTRന്റെ റിലേഷൻ എങ്ങനെയാ? F കഴിഞ്ഞുള്ള 5th ലെറ്റർ, F ന് 5th ലെറ്റർ ഏതാ? K ആ വരുന്ന. അപ്പം ഈ രണ്ട് ഓപ്ഷൻസും അല്ല, K വരുന്ന ഓപ്ഷൻസ്. ദെൻ J കഴിഞ്ഞ് 3ാമത്തെ ലെറ്റർ, J കഴിഞ്ഞ് 3ാമത് M ആണ്. രണ്ട് ഓപ്ഷനിലെ M തന്നെയാണ്. അടുത്ത വേണ്ടുന്ന R-ന്റെ തൊട്ടടുത്ത ലെറ്ററാ. അപ്പം KMS ലാസ്റ്റ് ഓപ്ഷൻ വരും. ഇതെങ്ങനെയാ വരണ്ട? +5 +3 +1 ആ കോൺസെപ്റ്റിലാണ് നമുക്ക് KMS കിട്ടുന്നത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലെറ്റർ ക്ലസ്റ്റർ അനലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കി. ദേ സ്റ്റേ കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റേ കോഡ് ചെയ്ത് തന്നിരിക്കുന്നത് എങ്ങനെയാ? സ്റ്റേ എന്നുള്ള വേർഡിൽ ലെറ്റേഴ്സിന്റെ റീഅറേഞ്ച്മെന്റ് അല്ലേ നമ്മൾ കോഡിങ്ങിലൊക്കെ പറയുന്ന പോലെ. കോഡല്ല, അനലോജി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേ ഇങ്ങനെയാണ് റിലേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ASTY, അതായത് 1 2 3 4 ആണ് ഓർഡർ എങ്കിൽ ആദ്യം 3rd ലെറ്റർ വന്നു, പിന്നെ 1st ലെറ്റർ വന്നു, പിന്നെ 2nd ലെറ്റർ വന്നു, പിന്നെ 4th ലെറ്റർ വന്നു. 3 1 2 4 ആ ഒരു ഓർഡറിലാണ് റിലേഷൻ വന്നിരിക്കുന്നത്. ബീമിനും അങ്ങനെ തന്നെയാണോ നോക്ക്, അല്ലെങ്കിൽ ഇത് സ്ട്രൈറ്റ് ആയിട്ട് എഴുതി നോക്ക്, അപ്പം മനസ്സിലാവും. സ്റ്റേ കോഡ് ചെയ്ത് തന്നിരിക്കുന്ന ASTY, അതായത് 3rd ലെറ്റർ ആദ്യം വന്നു, പിന്നെ 1st ലെറ്റർ, പിന്നെ 2nd ലെറ്റർ, പിന്നെ 4th ലെറ്റർ. ലെറ്റേഴ്സിന്റെ ഓർഡറിന്റെ റീഅറേഞ്ച്മെന്റ് അല്ലേ. ബീം എടുത്താലോ അതിലുള്ള ലെറ്റേഴ്സ് തന്നെയാണ് റിലേറ്റഡ് ടു ലെറ്ററിലും ABEM നമ്മളിപ്പോൾ കോഡിങ്ങിൽ പറഞ്ഞ പോലെ. അപ്പം 1 2 3 4 ആണ് ലെറ്റേഴ്സിന്റെ ഓർഡർ എങ്കിൽ ആദ്യം 3rd ലെറ്റർ വന്നു, പിന്നെ 1st ലെറ്റർ വന്നു, പിന്നെ E എന്ന് പറയുന്നത് 2nd ലെറ്റർ, പിന്നെ 4th ലെറ്റർ. അപ്പോൾ 3 1 2 4 എന്നുള്ള ഓർഡറിലാണ് നമുക്ക് റീഅറേഞ്ച്മെന്റ് കിട്ടേണ്ടത്. അപ്പോൾ റൈഡിൽ 1st ലെറ്റർ R, 2nd 3rd 4th. ആദ്യം 3rd ലെറ്റർ വരണം D, പിന്നെ 1st ലെറ്റർ R, then 2nd ലെറ്റർ I, then 4th ലെറ്റർ DRIE. സെക്കൻഡ് ഓപ്ഷൻ വരും. ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ്. 1 2 3 4 എന്ന ഓർഡറിൽ കിടന്നതിനെ മാറ്റിയിട്ട് 3 1 2 4 എന്നുള്ള ഓർഡർ ആക്കി. സോ അതേ ഓർഡറിൽ കൊണ്ടുവന്നാൽ മതി. നമ്മൾ കോഡിങ്ങിൽ ചെയ്യുന്ന സെയിം ലോജിക്കൽ തന്നെയാണ് ലെറ്റേഴ്സിൽ മിക്കവാറും അനലോജി വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, നിയറിന് റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നിയർ ഈസ് റിലേറ്റഡ് ടു
PVZP. എങ്ങനെയാ റിലേഷൻ നോക്ക്. PVZP. N P ആയിട്ടുള്ള റിലേഷൻ. N കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ P. ഇയും വിയും. ഇയും വിയും പൊസിഷൻ ആലോചിച്ചാൽ കുറേ ഗ്യാപ്പ് ഉണ്ട്. അല്ലാണ്ട് ഇയും വിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ പറയാൻ പറ്റുന്ന? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, റിവേഴ്സ് പെയേഴ്സ് എന്നൊക്കെ പറയും. നമ്മൾ ABCD ഹാഫ് പോർഷൻ എഴുതിയിട്ട് സെക്കൻഡ് ഹാഫ് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് M വരെ അല്ലേ, മൊത്തം 26 ഹാഫ് പോർഷൻ M വരെ 13. ദെൻ N to Z തിരിച്ചെഴുതാം. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്ന് പറയും. AZ, BY, CX. അതായത് A ഫസ്റ്റ് ലെറ്റർ, Z ലാസ്റ്റ് ലെറ്റർ, B സെക്കൻഡ്, Y സെക്കൻഡ് ലാസ്റ്റ്, C തേർഡ്, X തേർഡ് ലാസ്റ്റ്. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഏത് പൊസിഷനാണോ സിമിലർ പൊസിഷൻ റൈറ്റിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളതിന് നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, റിവേഴ്സ് പെയേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ Aയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ആണ് Z, Bയുടേത് Y, CX, DW. ഇവിടെ നോക്കി EV ഇവർ ഓപ്പോസിറ്റ് ഉള്ളവരല്ലേ. AZ ഓപ്പോസിറ്റ് ആണല്ലോ. ആറിന് P ആയിട്ടുള്ള റിലേഷൻ, ആറിന് മുമ്പാ P വരുന്ന, ആറിന് മുമ്പുള്ള രണ്ടാമത്തെ ലെറ്റർ P വരിക. അപ്പോൾ +2 ഇവർ ജസ്റ്റ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, ഇവർ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് -2. അതേ ലോജിക്ക് അടുത്തതിൽ കിട്ടുമെന്ന് നോക്കി. ഗോണിനെ കോഡ് ചെയ്ത് തന്നിരിക്കുന്നത് ഗോൺ ഈസ് കോൾഡ് ആസ് ILMC. GI, G കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ. Oയും Lഉം ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. N ആൻഡ് M അഗെയിൻ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഇക്ക് മുമ്പുള്ള രണ്ടാമത്തെ ലെറ്റർ ആണ് C വരുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാക്സി അല്ലേ. ആദ്യം Tയുടെ രണ്ടാമത്തെ ലെറ്റർ, T കഴിഞ്ഞ് രണ്ടാമത്തത് V സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും അല്ല. V സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ്. Aയുടെ ഓപ്പോസിറ്റ് ലെറ്റർ Z, Xന്റെ ഓപ്പോസിറ്റ് ലെറ്റർ C. ഇസഡും സിയും കറക്റ്റ് ആണ്. ദെൻ I-2, ഐക്ക് മുമ്പുള്ള രണ്ടാമത്തെ ലെറ്ററാണ് വേണ്ടത്. ഐക്ക് മുമ്പുള്ള രണ്ടാമത്തെ ലെറ്റർ G. അപ്പം ആൻസർ ഫോർത്ത് ഓപ്ഷൻ വരും. റിലേഷൻ ക്ലിയർ അല്ലേ? അത് ടാക്സി എടുത്തിട്ട് എന്ത് ചെയ്യണം? ടാക്സിയിലെ T കഴിഞ്ഞുള്ള രണ്ടാമത്തെ ലെറ്റർ, Aയുടെ ഓപ്പോസിറ്റ് ലെറ്റർ, Xന്റെ ഓപ്പോസിറ്റ് ലെറ്റർ, ഐക്ക് മുമ്പുള്ള രണ്ടാമത്തെ ലെറ്റർ കൺസിഡർ ചെയ്യുക. അപ്പോഴാണ് ആൻസർ VZCG വരുന്നത്. ക്ലിയർ അല്ലേ? പാറ്റേൺ നോക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇനി വേർഡ് അനലോഗി. വേർഡ്സിനെ ബേസ് ചെയ്ത് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം? ഇപ്പം നമ്മൾ ലെറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വേർഡ്സിനെ ബേസ് ചെയ്ത് അനലോജിയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഏതൊക്കെ പാറ്റേൺ ഉണ്ടാവാം? സെലക്ട് ദ ഓപ്ഷൻ. സെയിം ക്വസ്റ്റ്യൻ ടൈപ്പ് ഒക്കെ അങ്ങനെ തന്നെയാണ്. റിലേറ്റഡ് ടു തേർഡ് വേർഡ് ഇൻ ദ സെയിം വേസ്. സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് വേർഡ്. ഫസ്റ്റ് വേർഡ്, സെക്കൻഡ് വേർഡ്, തേർഡ് വേർഡ് നമുക്കൊരു 3 വേർഡ്സിൻ്റെ ആകാം, 4ൻ്റെ ആകാം, എത്ര വേണമെങ്കിലും കൺസിഡർ ചെയ്തിട്ട് ചോദിക്കാം. ഇപ്പം അർജന്റീന പിസോ ആയിട്ട് റിലേഷൻ എങ്കിൽ ജപ്പാൻ്റെ ഏതുമായിട്ടായിരിക്കും റിലേഷൻ? ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യം പറയുന്നുണ്ട്. വേർഡ്സ് മസ്റ്റ് ബി കൺസിഡേർഡ് ആസ് മീനിങ്ഫുൾ ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് മസ്റ്റ് നോട്ട് ബി റിലേറ്റഡ് ടു ഈച്ച് അതർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഓർ നമ്പർ ഓഫ് കോൺസണൻസ് ഓർ വവൽസ് ഇൻ ദ വേർഡ്. സെപ്പറേറ്റ്ലി അതിനകത്തുള്ള വവൽസിൻ്റെ കൗണ്ട്, കോൺസണൻസിൻ്റെ കൗണ്ട് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. ഇതൊരു മീനിങ് ഫുൾ വേർഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മതി. അപ്പോൾ അർജന്റീന പിസോ ആയിട്ട് റിലേഷൻ. അർജന്റീന പിസോ മീൻസ് ഇതിൻ്റെ കറൻസി അല്ലേ. സോ ജപ്പാൻ ഏതുമായിട്ടായിരിക്കണം റിലേഷൻ? ജപ്പാൻ്റെ കറൻസി. കൂട്ടത്തിൽ ജപ്പാൻ്റെ കറൻസി എന്നാ വരുന്ന. അതിനകത്ത് കുറേ നമുക്ക് GK കണക്ട് ചെയ്ത് ചോദിക്കാം, ഇംഗ്ലീഷിനെ കണക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ അനലോജിക്കകത്ത് എല്ലാം GK, ഇംഗ്ലീഷ്, മാത്സ് എല്ലാം റിലേറ്റഡ് ആണ്. ഇവിടെ കൺട്രി കറൻസി റിലേഷനാണ്. ഒരു വേർഡ് അതിൻ്റെ കറൻസിയായിട്ട് റിലേഷൻ, അല്ലെങ്കിൽ ഒരു കൺട്രി അതിൻ്റെ കറൻസിയായിട്ട് റിലേഷൻ. അപ്പോൾ നെക്സ്റ്റ് കൺട്രി അതിൻ്റെ കറൻസിയാണ് റിലേഷൻ വരുന്നതെന്ന് അറിയാം. പക്ഷെ ആൻസറും കൂടെ അറിഞ്ഞാലേ ചൂസ് ചെയ്യാൻ പറ്റൂ. കറക്റ്റ് ജപ്പാൻ്റെ കറൻസി ഏതാ നോക്കിയാലേ നമുക്ക് ആൻസറിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് GK റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ചിലപ്പോൾ കൺട്രി ക്യാപിറ്റൽ ആയിരിക്കാം, ആനിമൽ അതിൻ്റെ യങ് വൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ലെങ്ത്തിന് മീറ്റർ അതിൻ്റെ SI യൂണിറ്റ്സുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, ആനിമൽസ് അത് മേക്ക് ചെയ്യുന്ന സൗണ്ട്സ് ആയിരിക്കാം. അങ്ങനെ എന്ത് കണക്ഷൻ വേണമെങ്കിലും വേർഡ് ആൻഡ് ലോജിക്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എഡ്യൂക്കേഷൻ ടീച്ചർ. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾ, ആ ഒരു പേഴ്സണിൻ്റെ പേരാണ് ഇവിടെ വരേണ്ടത്. ടീച്ചറാണ് കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഈ കൂട്ടത്തിൽ ആരായിരിക്കും? എഡ്യൂക്കേഷൻ ടീച്ചർ. അപ്പോൾ സിമിലർ റിലേഷൻ ആണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ വേർഡ്സ് എല്ലാം വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ എന്തിനാണോ റിലേഷൻ, എഡ്യൂക്കേഷൻ ആരുമായിട്ടാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ടീച്ചർ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പേഴ്സൺ, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾ, ഡോക്ടർ. ക്ലിയർ? സിമിലർ റിലേഷൻ കണ്ടുപിടിക്കണം. അതാണ് അനലോജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷന് പലതുമായിട്ടും റിലേഷൻ ഉണ്ടാവും. അവർ കൊടുത്തിരിക്കുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു പേഴ്സൺ ആണ്. സോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആലോചിക്കുമ്പം ഓപ്ഷനിൽ എല്ലാ വേർഡും ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. അതിൽ ആ പേഴ്സൺ എന്നുള്ള കണക്ഷൻ വരുന്നത് ഡോക്ടറാണ്. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത് ചിന്തിച്ച് നോക്കിയേ. ഓർ മെറ്റൽ, അതായത് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന എവിടുന്നാ? ഓസിന്നല്ലേ. അപ്പം മിൽക്ക് ഏത് എക്സ്ട്രാക്റ്റഡ് ഫ്രം മിൽക്ക്? ഓപ്ഷനിൽ ഏതാണ് മിൽക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? മെറ്റൽ ഓറിൽ നിന്നല്ല എക്സ്ട്രാക്ട് ചെയ്യുന്ന. അപ്പം ഇതിലേതാണ് മിൽക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? കേർഡല്ലേ മിൽക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇത് ഓറ് മെറ്റൽ. ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ റിലേറ്റ് ചെയ്തു മെറ്റലാണ് വന്നിരിക്കുന്ന. അപ്പം രണ്ടാമത് ഏതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് ആദ്യവും ഏതാ കിട്ടുന്നതെന്നുള്ളത് രണ്ടാമത്തതുമാണ്. അപ്പോൾ ആ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കൗവൊക്കെ ഡൗട്ട് തോന്നുന്നവരാണെങ്കിൽ ഈ ഓർഡർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് വരേണ്ടത് ഏതാണ് ഈ മിൽക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ഓർഡർ വരേണ്ടത്. കാരണം ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഏതാന്നുള്ളതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതേ കോൺസെപ്റ്റിലായിരിക്കണം നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. സോ ആൻസർ കേർഡ് ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ. മൺഡേക്ക് തേഴ്സ്ഡേ ആയിട്ട് റിലേഷൻ. മൺഡേ തേഴ്സ്ഡേ. മൺഡേ കഴിഞ്ഞ് എത്രാമത്തെ ഡേ ആ തേഴ്സ്ഡേ? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. മൺഡേ കഴിഞ്ഞുള്ള മൂന്നാമത്തെ ദിവസമാണ് തേഴ്സ്ഡേ. സോ വെനസ്ഡേക്ക് ആരുമായിട്ടായിരിക്കും റിലേഷൻ? വെനസ്ഡേ കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ ദിവസം. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പം ആൻസർ സാറ്റർഡേ ആയിരിക്കും. സെയിം ഗ്യാപ്പിൽ പോകുന്നു. ഒരു ഡേ കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസമാണോ അതേ ലോജിക്കലി കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കി. സോഫ്റ്റ് ഹാർഡ് ആണെങ്കിൽ ക്രിയേറ്റിന് ഏതുമായിട്ടായിരിക്കും റിലേഷൻ? സോഫ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹാർഡ് അല്ലേ. അപ്പോൾ ക്രിയേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആൻസർ വരേണ്ടത്. മീനിങ്സ്, സിനോണിംസ്, അനോണിംസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ക്രിയേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്ട്രോയ്. അപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് GK വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അങ്ങനെ വേർഡ് ആൻഡ് ലോഗീസിന് നമുക്ക് ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പം നമുക്ക് കുറച്ച് വേർഡ്സ് ഇങ്ങനെ പഠിച്ചിട്ട് പോവാം. ഈ ഓപ്പോസിറ്റ്സും മീനിങ്സും ഒക്കെ നമ്മളല്ലാണ്ട് ഇംഗ്ലീഷിൽ ആവശ്യം വരുന്നുണ്ടാവും. ദെൻ GK നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് കുറച്ച് നമുക്കിങ്ങനെ തന്നെ അവൈലബിൾ ആയിരിക്കും കുറേ പാറ്റേൺസ് വേർഡ്സിൻ്റെത്. കൺട്രീസ്, കറൻസീസ്, കൺട്രി, ക്യാപിറ്റൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കുമല്ലോ. അത് കുറേ പഠിച്ചു വെച്ചിട്ട് പോയാൽ മതി. അപ്പോൾ കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ. ഇത്രയാണ് അനലോഗിയുടെ ഒരു മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ലെറ്റേഴ്സിനെ ബേസ് ചെയ്ത് പറഞ്ഞു, നമ്പേഴ്സിനെ ബേസ് ചെയ്ത് പറഞ്ഞു, വേർഡ്സിനെ ബേസ് ചെയ്ത് പറഞ്ഞു. ഇതൊക്കെയാണ് അനലോജീസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് എംബഡഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഹിഡൻ ഫിഗേഴ്സ് എന്നൊക്കെ പറയും. ഒളിച്ചിരിക്കുന്ന ഫിഗറിനെ കണ്ടെത്തുക. ഒരു ഫിഗറും അതിൻ്റെ താഴെ കുറേ ഓപ്ഷനിൽ ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പം ആ ക്വസ്റ്റ്യൻ ഫിഗറിലുള്ള ഏതെങ്കിലും എലമെൻ്റ് ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ ഫിഗർ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ആ പാർട്ട് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആവുക. ഇത് നോക്കിയേ. ഇതിലിപ്പം സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ ഗിവൺ ഫിഗർ. റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. നമ്മളിത് റൊട്ടേറ്റ് ചെയ്താൽ എങ്ങനെ വരും എന്നൊന്നും ആലോചിക്കേണ്ട. ഇതേപോലെ തന്നെ ഇപ്പം ഇതിനകത്തുള്ള ഫിഗർ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഏത് ഓപ്ഷനാണെന്ന് നോക്കാം. ഇതിൽ ഏത് ഫിഗറാണ് സിമിലർലി ഇതിലുള്ള പോലെ നമുക്ക് കിട്ടുക. ഈ ഒരു പാറ്റേൺ ഇവിടെ കിട്ടുന്നില്ലേ? ഈ ഒരു പോർഷനല്ലേ ഫോർത്ത് ഓപ്ഷൻ കിടക്കുന്ന. പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ ഫിഗർ ഓപ്ഷനിൽ കാണുന്നുണ്ട്. ഓപ്ഷൻ ഡി. റൊട്ടേഷൻ അലൗഡ് അല്ല. തിരിച്ചും മറിച്ചും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ കിട്ടുന്നത്. ഈ ഓപ്ഷൻസിൽ വലിയ റൊട്ടേഷൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാലും നോക്കിക്കോ. ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ ഗിവൺ ഫിഗർ അഗെയിൻ റൊട്ടേഷൻ ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ ഇതുപോലൊരു ഫിഗറിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. ഇതിലുള്ള ഏതോ ഒരു എലമെൻ്റ് ഇതിനകത്തുണ്ട്. ഇപ്പം ദേ ഇങ്ങനെ ഇവിടെ ഒരു ആരോ ഒക്കെ കാണുന്നില്ലേ? പക്ഷേ ഇത് റൊട്ടേഷൻ ഒന്നും അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കാര്യം ശ്രദ്ധിക്കണം അല്ലേ. ഇത് ഇവിടെ ഒരു ആരോ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഇത് തിരിഞ്ഞു മറിഞ്ഞു നോക്കിയല്ലേ ഇരിക്കുന്നത്. അതേ ഓർഡറിൽ കിട്ടണം. അപ്പം അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഏതാ നോക്കുക. ഇവിടെ കാണുന്നുണ്ടോ? കറക്റ്റ് ആ ഒരു ഓപ്ഷനിലുള്ള പോലത്തെ ഒരു ഫിഗർ. ഓപ്ഷൻ ബി കിട്ടും. ഇതിനകത്തുള്ളത് റൊട്ടേറ്റ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ കിട്ടുന്ന ഏതാ ഓപ്ഷൻ എന്നാണ് അനലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലിയർ അല്ലേ? നോക്കി. നെക്സ്റ്റ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കി. ഈ ഒരു ഫിഗറിനകത്ത് എവിടെയാണുള്ളത്? കറക്റ്റ് ആ ഒരു ഇൻക്ലിനേഷനും
പൊസിഷനിങ്ങും ഒക്കെ വേണേ. കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എവിടെയെങ്കിലും? കണ്ടോ? 4th കിട്ടുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ടാവുക. ഇത് നോക്കി, ഇതിലേതായിരിക്കും വരുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തോന്നുന്നില്ലേ? ഇതിനുള്ളൊരു ഫിഗർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ അതുപോലെ സെക്കൻഡ് ഓപ്ഷനിൽ കിടക്കുന്നില്ലേ? അപ്പം ആൻസർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ഫൈനലി ഇതും കൂടെ നോക്കാം. ഇതേപോലൊരു ഫിഗർ വരുന്നത് ഏതാ ഓപ്ഷൻ? സിമിലർ രീതിയിൽ ഏതെങ്കിലും ഫിഗറിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കി. റൊട്ടേഷൻ അലൗഡ് അല്ല, എഗെയിൻ അത് ശ്രദ്ധിക്കണേ. സെയിം ലോജിക്കൽ ഫിഗർ ഉണ്ടോ? ഡി വരുന്നില്ലേ? കറക്റ്റായിട്ട് റൊട്ടേറ്റ് ഒന്നും ചെയ്യാണ്ട് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ വന്നിട്ടുള്ളത്. റെഡി അല്ലേ? നോക്കി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞത് കോഡിങ് ഡീകോഡിംഗ് ആണ്. കോഡിങ്ങിൻ്റെ കുറേ പാറ്റേൺസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ആ ലോജിക്കൽ കുറച്ചുകൂടെ ഒക്കെ മനസ്സിലായി വരുന്നുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് അനലോജിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ലെറ്റേഴ്സും നമ്പേഴ്സും വേർഡ്സിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഫൈനലി എംബഡഡ് ഫിഗേഴ്സ്. ഇത്രയും ഓക്കെ ആണോ നോക്കുക. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൂടെ നോക്കുക. എന്നാലേ സെറ്റായി വരുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.